നമ്മൾ ഇന്ത്യക്കാർ ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സിന്റെ കണക്കെടുത്താൽ കണ്ണ് തള്ളിപ്പോകും. ഉദാഹരണത്തിനായി ഒരു ടൊയോട്ട ഫോർച്യൂണർ സ്വന്തമാക്കാൻ നമുക്ക് നൽകേണ്ടി വരുന്ന ടാക്സിന്റെ കണക്കുകൾ നോക്കാം. ഈ വാഹനത്തിന്റെ കമ്പനി പ്രൈസ് വരുന്നത് 27 ലക്ഷമാണ്. വാങ്ങാൻ പോയാൽ 28% GST കൊടുക്കേണ്ടി വരും. അത് ഏകദേശം 7.5 ലക്ഷമാവും. കൂടാതെ 20% ലക്ഷറി സെസ് കൊടുക്കേണ്ടി വരും. അത് ഏകദേശം 5.5 ലക്ഷമാവും. ഇതിനെല്ലാം പുറമെ 17% RTO. ഇത് ഏകദേശം 6.8 ലക്ഷം വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 27 ലക്ഷത്തിന്റെ വണ്ടിക്ക് 19,80,000 ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ 27 ലക്ഷം രൂപയുടെ കാറിന്റെ വില 46 ലക്ഷത്തിന് മുകളിലാവും. എന്നാൽ ടാക്സിന്റെ കണക്ക് അവിടെ നിൽക്കുന്നില്ല. 46 ലക്ഷത്തിന്റെ കാർ വാങ്ങുന്നവന്റെ വരുമാനം മിനിമം 64 ലക്ഷമെങ്കിലും ഉണ്ടാവും. ആ വരുമാനത്തിന് മിനിമം 16 മുതൽ 17 ലക്ഷം വരെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ മൊത്തം 27 ലക്ഷം രൂപയുടെ കാറിന് 36 ലക്ഷം രൂപയോളം ടാക്സ് കൊടുക്കേണ്ടി വരും. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഒരുത്തന്നെ ഒരു കാറ് വാങ്ങാൻ അവന്റെ വരുമാനത്തിന്റെ പകുതിയോളം ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇത്രയൊക്കെ ടാക്സ് വാങ്ങിയിട്ടും നമ്മുടെ രാജ്യം രക്ഷപ്പെടാത്തതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും?